ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ എന്ന ചിന്ത നഹൂമിൻ്റെ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. യഹോവ ദീർഘക്ഷമയും മഹാശക്തിയുമുള്ളവൻ, അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല. യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമുണ്ട്. മേഘം അവൻ്റെ കാൽ കീഴിലെ പൊടിയാകും. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാ ഹൃദയത്തിലേക്ക് തന്ന ധ്യാന ചിന്ത എന്നുള്ളത് ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും യഹോവയുടെ വഴി ഉണ്ട് എന്നുള്ളത്. പലപ്പോഴും സാധാരണ കാറ്റുപോലും നാശത്തിൻ്റെയും തകർച്ചയുടെയും ഒരു സൈനായിട്ടാണ് നമ്മൾ കാണുന്നത്. കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ തകർച്ചകളും വലിയ നാശങ്ങളും ഉളവാക്കുന്ന ഒന്നായിട്ടാണ് മനുഷ്യരതിനെ കാണുന്നത്. പലപ്പോഴും ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും ഓരോ രാജ്യങ്ങളിൽ വരുമ്പോൾ മുൻകൂട്ടി ആളുകളെ മാറ്റി പാർപ്പിക്കും. കാരണം ആ കാറ്റുകൊണ്ട് ഉണ്ടാകുന്ന നാശങ്ങൾ, നഷ്ടങ്ങൾ അത് മനുഷ്യജീവനെ എടുക്കാതിരിക്കുവാൻ ലക്ഷക്കണക്കിന് ആളുകളെ ആ കാറ്റ് വരുന്ന സ്ഥാനത്ത് നിന്ന് മാറ്റി പാർപ്പിക്കുകയും അങ്ങനെ അവരുണ്ടാക്കിയ കെട്ടിടങ്ങളും സ്ഥലങ്ങളും അവിടുത്തെ മരങ്ങളുമൊക്കെ നശിച്ചു പോയാലും മരണസംഖ്യ കുറയ്ക്കുവാൻ വേണ്ടി അതിടയായിത്തീരുന്നുണ്ട്. അപ്പോൾ ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും ഒരനുഗ്രഹത്തിൻ്റെ ചിഹ്നമായിട്ടോ ഒരു നന്മയുടെ ചിഹ്നമായിട്ടോ അല്ല മനുഷ്യൻ കാണുന്നത്. മനുഷ്യൻ ചുഴലിക്കാറ്റ് വരുന്നു, കൊടുങ്കാറ്റ് വരുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ വലിയ ഭയത്തിലും ഭാരത്തിലും തങ്ങൾക്കുള്ള വസ്തുക്കളും വീടുകളുമൊക്കെ ഇട്ടിട്ട് പോകേണ്ടി വരുമല്ലോ എന്നൊക്കെ ഓർത്ത് ആകുലചിത്തരാകാറുണ്ട്. അങ്ങനെ ഒരു കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും ഒന്നും നമ്മൾ വസിക്കുന്ന സ്ഥലത്തോ രാജ്യത്തോ അടിക്കരുത് എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്നാൽ ഇവിടെ നഹൂം പ്രവാചകൻ പറയുകയാണ്, തകർത്തു കളയുന്ന കൊടുങ്കാറ്റും നശിപ്പിച്ചു കളയുന്ന ചുഴലിക്കാറ്റിനകത്ത് യഹോവയുടെ സാധ്യതകൾ അല്ലെങ്കിൽ യഹോവയുടെ നന്മകൾ അതിനകത്ത് ഒളിപ്പിച്ച് വച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കൊടുങ്കാറ്റും ചുഴലിക്കാറ്റുമെന്ന് നാശത്തിൻ്റെയും തകർച്ചയുടെയും ദുരിതത്തിൻ്റെയും പ്രശ്നത്തിൻ്റെയും ഒക്കെ ചിഹ്നമായി മനുഷ്യൻ പ്രകീർത്തിക്കുന്ന, ചിത്രീകരിക്കുന്ന ആ കാറ്റ് നന്മയും അനുഗ്രഹവും ഉയർച്ചയുമാക്കി തീർക്കുന്ന വലിയ സാധ്യതയുടെ ഒരു ചിഹ്നമാക്കി അതിനെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ളതാണ് നഹൂം പ്രവാചകന്റെ വാക്കിലൂടെ ഈ പ്രഭാതത്തിൽ ദൈവജനത്തെ ബോധ്യപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് 1-2 ഉദാഹരണത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുക. അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസിനെ
ഒരു തടവ് പുള്ളിയായി റോമിലേക്ക് കൊണ്ടുപോകുന്ന ഒരു യാത്രയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ 27 അധ്യായത്തിൻ്റെ 14 വാക്യം വരുമ്പോൾ പൗലോസ് കയറിയ കപ്പലിലേക്ക് വലിയൊരു കൊടുങ്കാറ്റടിച്ചു. ആ കൊടുങ്കാറ്റിൻ്റെ തീവ്രത അവിടെ ആ 27 അധ്യായത്തിൽ മുഴുവനായി കിടപ്പുണ്ട്. അവരുടെ കപ്പൽ തകരുമാറ്, അല്ലെങ്കിൽ ആ കപ്പൽ ദിശ തെറ്റി അലയുമാറ് വലിയ പ്രതിസന്ധി ആ കപ്പലിനകത്തുണ്ടായി എന്നത് 27 അധ്യായം മുഴുവൻ നമ്മളോട് പറഞ്ഞു തരുമ്പോൾ, 28 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത് ഈ കപ്പൽ തകർന്നുപോയി. എന്നാൽ പൗലോസും പൗലോസിനോട് കൂടെ ഉണ്ടായിരുന്ന ആളുകളും മെലിത്ത എന്ന ദ്വീപിൽ അവർ ചെന്ന് കയറി. കൊടുങ്കാറ്റ് ഒരു കപ്പൽ തകർത്തു കളഞ്ഞു. പക്ഷേ ആ കപ്പലിലുള്ള ആളുകൾ രക്ഷപ്പെട്ടു മെലിത്ത ദ്വീപിലെത്തും. മെലിത്ത ദ്വീപിൽ ആ ദ്വീപുവാസികൾ പൗലോസ് എന്ന സുവിശേഷകന്റെ കൈയാൽ അനുഗ്രഹിക്കപ്പെടുകയും അവിടെ അനേക രോഗികൾ സൗഖ്യമാകും. അവർ യേശുവിനെ അറിയുന്നു. യേശുവിനെ അറിയുവാൻ മെലിത്ത ദ്വീപുകാർക്ക് ഇടയായി തീർന്നത് പൗലോസിന്റെ യാത്രയിൽ അടിക്കപ്പെട്ട ഈ കൊടുങ്കാറ്റ്. ഈ കൊടുങ്കാറ്റിലൂടെ ദിശ മാറി ദിശയറിയാതെ മെലിത്തയിലേക്ക് ഈ കപ്പൽ പോവുകയും ആ മെലിത്ത ദ്വീപിന്റെ അടുക്കൽ വെച്ച് കപ്പൽ തകരുകയും പൗലോസും കൂട്ടാളികളും ഈ മെലിത്ത ദ്വീപിലെത്തുകയും ചെയ്തത് ഒരു ചുഴലിക്കാറ്റും ഒരു കൊടുങ്കാറ്റുമാണ്. എന്നാൽ മെലിത്ത ദ്വീപിന് യേശുവിനെ കിട്ടുവാൻ, അല്ലെങ്കിൽ മെലിത്ത ദ്വീപ് ഹല്ലേലൂയ സ്തോത്രം കർത്താവിനെ അറിയുവാൻ ആ കൊടുങ്കാറ്റും ആ ചുഴലിക്കാറ്റും ഇടയായി തീർന്നു എന്നതറിയുമ്പോഴാണ് പ്രൈസ് ദി ലോർഡ് ദൈവത്തിൻ്റെ വഴി, ദൈവത്തിൻ്റെ സാധ്യത, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊടുങ്കാറ്റിലും ചുഴലിക്കാറ്റിലും ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നത്. നമ്മൾ 2 രാജാക്കന്മാരുടെ പുസ്തകം 3 അധ്യായത്തിൽ വരുമ്പോൾ 3 രാജാക്കന്മാർ, അതായത് ഇസ്രായേൽ രാജാവും യഹൂദ രാജാവും ഏദോം രാജാവും മോവാബ് രാജാവിനോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി പോകുന്നു. അങ്ങനെ യുദ്ധം ചെയ്യുവാൻ വേണ്ടി പോകുമ്പോൾ അവർ മോവാബിന്റെ കടകിലേക്ക് യാത്ര പുറപ്പെടുന്നു. 7 ദിവസത്തെ യാത്രയിൽ ദേശത്തെ ചുറ്റി നടക്കും. 7 ദിവസമാകുമ്പോൾ അവർക്ക് കയ്യിൽ അവരുടെ മൃഗങ്ങൾക്ക് കൊടുക്കുവാൻ വെള്ളമോ അവരുടെ പടയാളികൾക്ക് കുടിക്കുവാനുള്ള വെള്ളമൊന്നുമില്ലാതെ അവർ വെള്ളമില്ലാതെ വളരെ കഷ്ടപ്പെടും. അങ്ങനെ യഹോശാഫാത്തായ യഹൂദ രാജാവ് ദൈവത്തിൻ്റെ അരുളപ്പാട് ചോദിക്കേണ്ടതിന് എലീശയോട് അടുക്കിലേക്ക് ചെല്ലുകയും എലീശ യഹോശാഫാത്തിന്റെ മുഖം നിമിത്തം ദൈവത്തിൻ്റെ ആലോചന പറയുന്നുണ്ട്. അവിടെ പറയുന്ന ആലോചന ഇങ്ങനെയാണ്: നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. നിങ്ങൾ അവരോട് പറയുക, നിങ്ങൾ ഈ താഴ്വരയിൽ കുഴികൾ കുത്തുകയും കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ സാധ്യത എന്നുള്ളത് കാറ്റും മഴയുമാണ്. ഇത് രണ്ടുമില്ലാതെ ആ താഴ്വരയിൽ വെള്ളം കൊണ്ട് നിറയത്തക്ക രീതിയിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ നോക്കുക, മഴയുടെയും കാറ്റിൻ്റെയും
ഒരു സാധ്യതയാണ് വെള്ളത്തിന് ഒരു സാധ്യതയുണ്ട്. മനുഷ്യൻ ചിന്തിച്ചാൽ വെള്ളം വരുന്നത് മഴ പെയ്തും കാറ്റടിച്ചു മേഘത്തെ അവിടെ കൊണ്ടുവന്ന് നിർത്തി അവർ നിൽക്കുന്ന സ്ഥലത്ത് മഴ പെയ്യിക്കണം. പക്ഷേ മഴ പെയ്യുന്നില്ല. ഇനി ഇവർ കുഴിച്ച കുഴിക്കകത്ത് വലിയ ഉറവ് വല്ലതും വന്നിരുന്നെങ്കിൽ അവിടെ കുഴിക്കുവാൻ പറയുന്നു. എത്ര കുഴിച്ചിട്ടും ആ കുഴിക്കകത്ത് ഉറവ പോലും അവർ കണ്ടിട്ടുമില്ല. പക്ഷേ സാധ്യത, മനുഷ്യന്റെ ദൃഷ്ടിയിലുള്ള ഒരു സാധ്യതയും വെള്ളത്തിന്റെ സാധ്യതയായ ഒന്നുമില്ല. ഒരു ഉറവയില്ല, മഴയില്ല, മേഘത്തെ കൊണ്ടുവരുന്ന കാറ്റില്ല. പക്ഷേ പ്രവാചകൻ പറയുകയാണ്, ഈ താഴ്വര നിങ്ങളുടെ മൃഗത്തിനും നിങ്ങൾക്കും കുടിക്കത്തക്ക രീതിയിൽ വെള്ളം കൊണ്ട് നിറയും. പ്രൈസ് ദി ലോർഡ്. നോക്കണം, കൊടുങ്കാറ്റ് സാധ്യതയുടെ സ്ഥലമല്ല. ഒരിക്കലും ഒരു സാധ്യതയില്ല അതിനകത്ത്. നാശത്തിൻ്റെയും തകർച്ചയുടെയും സൈനാണ്. പക്ഷെ അതിനകത്ത് ദൈവം ഒരു സാധ്യത ഒളിപ്പിച്ചു വെക്കുകയും. അപ്പൊ ദൈവത്തിന്റെ സാധ്യത എന്നുള്ളത് മനുഷ്യന്റെ സാധ്യതയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. കൊടുങ്കാറ്റിനകത്ത് മനുഷ്യൻ ഒരിക്കലും സാധ്യത കാണാൻ പറ്റില്ല. കുഴിക്കുന്ന മനുഷ്യന്, താഴ്വരയിൽ കുഴിക്കുന്ന മനുഷ്യന് ഉറവയില്ലാതെ, മഴയില്ലാതെ, വെള്ളത്തിന്റെ ഒരു സാധ്യതയും കാണാൻ അവന് പറ്റില്ല. എന്നാൽ ദൈവം പറയുകയാണ്, അവർ ആ താഴ്വര വെള്ളം കൊണ്ട് നിറയും. യെശയ്യാ 53:2 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു പദമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് യെശയ്യാ പറയുന്ന ഒരു ആത്മീയ ദൂത. പക്ഷെ അവിടെ പറയുന്ന വരണ്ട നിലത്ത് വേർ മുളയ്ക്കുന്നത് പോലെ അവൻ വളരുമെന്ന്. അവിടെ കാണുന്നത് വരണ്ട നിലമാണ്. നിലം വരണ്ടതാണ്. വരണ്ട നിലത്ത് ഒരിക്കലും വേർ മുളയ്ക്കത്തില്ല, ഒരു സാധ്യതയില്ല. പക്ഷെ അവിടെ പറയുന്നു, വരണ്ട നിലത്ത് വേർ മുളയ്ക്കും, വരണ്ട നിലത്ത് അവൻ വളരും. അപ്പം നിലം നോക്കിയാൽ വളരാനോ വേർ മുളയ്ക്കുവാനോ യാതൊരു സാധ്യതയില്ല. പക്ഷേ ദൈവം പറയുന്നു, അവിടെ വേർ മുളയ്ക്കും, വളരും. അപ്പോൾ ഇന്ന് പകൽക്കാലം മനുഷ്യന്റെ സാധ്യത എന്നുള്ളത് സാഹചര്യങ്ങൾ എല്ലാം അനുകൂലമാകുമ്പോഴുള്ളൊരു സാധ്യതയാണ്. ദൈവത്തിന്റെ സാധ്യത എന്നുള്ളത് പ്രതികൂലമായും ഭാരത്തിലും ഒരിക്കലും നടക്കുകയില്ലെന്ന് പറയുന്ന ഇടത്താണ് ദൈവത്തിന് സാധ്യത ഉളവാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ, കൊടുങ്കാറ്റാകാം, ചുഴലിക്കാറ്റാകാം, അല്ല പ്രൈസ് ദി ലോർഡ് വരണ്ട നിലമാകാം, അല്ല ഉറവയോ മഴയോ കാറ്റോ ഒന്നുമില്ലാത്ത സാഹചര്യമാകാം. 7 ദിവസമായി ഈ കറക്കം തുടങ്ങിയിട്ടെന്ന് പറയാം. പക്ഷേ അവിടെ അതിനകത്ത് ദൈവത്തിനൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഈ പകൽക്കാലത്തെ ധ്യാന ചിന്തയിൽ പറവാൻ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ചുഴലിക്കാറ്റിനകത്തും കൊടുങ്കാറ്റിനകത്തും സാധ്യത വച്ചിരിക്കുന്നവൻ, പ്രൈസ് ദി ലോർഡ്, 14 ദിനരാത്രങ്ങളിൽ അദ്രിയാക്കടലിനകത്ത് കപ്പൽ തകർന്നിട്ടും മെലീത്ത ദ്വീപുകാർക്ക് വേണ്ടി പൗലോസിനെ അവിടെ എത്തിക്കുവാനൊരു സാധ്യത ആ കൊടുങ്കാറ്റ് കാലിലെ മെലീത്ത ദ്വീപുകാർക്ക് സുവിശേഷം എത്തുന്നതിന് അനുഗ്രഹമായതുപോലെ നമുക്കൊരനുഗ്രഹമാകുവാൻ, പ്രൈസ് ദി ലോർഡ്, വരണ്ട നിലത്ത് കാലിലെ നിലം വരണ്ടതാണെങ്കിലും ഒരു ഭക്തന്റെ വളർച്ച, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതുപോലെ കാലം പ്രാർത്ഥിക്കുക. പരിശുദ്ധ ദൈവമേ, നിത്യനായ കർത്താവേ, കൊടുങ്കാറ്റിനകത്തൊരു സാധ്യത വച്ചിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം.
പലപ്പോഴും മനുഷ്യൻ സാഹചര്യം എല്ലാം അനുകൂലമാകുമ്പോൾ സാധ്യതയെക്കുറിച്ച് പറയും. എന്നാൽ സാഹചര്യം മുഴുവൻ പ്രതികൂലമാകുമ്പോഴും അതിനകത്തും ഒരു സാധ്യത ഉണ്ടാക്കി വെക്കുന്ന എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യും. കർത്താവെ, സാഹചര്യത്തെ ഹല്ലേലൂയ നോക്കി, സാഹചര്യത്തെ കണ്ടുകൊണ്ട് അതിനകത്ത് സാധ്യതയും സാധ്യതയുമില്ലായ്മയും പറയുകയല്ലപ്പ. അങ്ങേ നോക്കിക്കൊണ്ട് കൊടുങ്കാറ്റാകട്ടെ, അതേ കർത്താവെ, ചുഴലിക്കാറ്റാകട്ടെ, വരണ്ട നിലമാകട്ടെ, ഹല്ലേലൂയ, ഉറവയോ വെള്ളമോ മഴയോ ഇല്ലാത്ത താഴ്വരയാകട്ടെ, അവിടുന്ന് ഒപ്പമുണ്ടെങ്കിൽ അവിടെ വെള്ളമുണ്ടാകും, അവിടെ സാധ്യതകളുണ്ടാകും. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ദൈവവചനം ഞങ്ങൾക്കെല്ലാം ഒരു അനുഗ്രഹമാകണമേ. കർത്താവെ, സാഹചര്യങ്ങളെ നോക്കി സാധ്യത കാണുന്നവർക്ക് കർത്താവെ, അതല്ല, പ്രതികൂല സാഹചര്യത്തിലും സാധ്യത ഉളവാക്കാൻ കഴിയുന്ന കർത്താവെ, അങ്ങിൽ വിശ്വസിക്കുവാൻ ഈ വചനമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക്, യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജനത്തിന് തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.